തൃശൂർ പൂരത്തിന് തുടക്കം. പൂരവിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയത്. വടക്കുന്നാഥന് വണങ്ങിയ ശേഷം തെക്കേ ഗോപുരനട തുറന്ന് നെയ്തലക്കാവിലമ്മ ശ്രീമൂലസ്ഥാനത്ത് എത്തിയതോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ, നമ്മളൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ തൃശൂർ പൂരത്തിൽ നിൽക്കുന്നതെങ്കിലും ആചാരപ്പെരുമകൾക്ക് ഒരു കുറവുമില്ല. ഇന്ന് രാവിലെ 8:15 പൂര വിളംബരത്തുമായി ബന്ധപ്പെട്ട ശ്രീമൂലസ്ഥാനത്തേക്ക് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി എത്തി. ഏകദേശം 12 മണിയോടുകൂടിയാണ് തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവിടെ നിന്ന് പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. അവിടെ വടക്കുന്നാഥനെ വണങ്ങി 12:45 തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാറും നെയ്തലക്കാവിലമ്മയും പുറത്തേക്ക് ഇറങ്ങി തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് അതിനുശേഷം ഈ പടിഞ്ഞാറേ നടക്ക് തൊട്ട് സമീപമുള്ള ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറയിൽ എത്തി. അവിടെയാണ് ഔദ്യോഗികമായി പൂരവിളംബരം പൂർത്തിയാകുന്നത്. അത് കഴിഞ്ഞു. ഇപ്പോൾ ഔദ്യോഗികമായി തൃശൂർ പൂരത്തിന് തുടക്കമായിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇത്തവണ തൃശൂർ പൂരം നടക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിവിധ പോലീസ് സേനകൾ, പോലീസിന്റെ വിവിധ ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. അതായത് ഓരോരുത്തർക്കും ഡ്യൂട്ടി നിശ്ചയിച്ചു നൽകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ ഏറ്റവും ആദ്യം കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വടക്കുന്നാഥ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുക. അതിന് പിന്നാലെ മറ്റ് ഘടകപൂരങ്ങൾ എത്തും. ഏകദേശം രാവിലെ തന്നെ ഈ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കും. അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം, പിന്നീട് കുടമാറ്റം. സാധാരണഗതിയിൽ 1 മണിക്കൂർ നീളുന്ന കുടമാറ്റം ഈ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ അത് 15 മിനിറ്റായി കുറച്ചിട്ടുണ്ട്. വെടിക്കെട്ടടക്കമുള്ള നടപടികൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആചാരപ്പെരുമ ഒരു തരത്തിലും കുറക്കുന്നില്ല. തൃശ്ശൂരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം എന്നത് അവരുടെ വൈകാരികമായ ഉത്സവ ആഘോഷങ്ങളുടെ ഒരു പ്രതീകമാണ്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് ആചാരപ്പെരുമയോടുകൂടി നടത്തണം എന്ന് തന്നെയാണ് അവർ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. അത് ഇത്തവണ അതിനൊരു കുറവും സംഭവിക്കുന്നില്ല. അതിന്റെ ആദ്യ പടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ആചാരത്തിന്റെ ആദ്യ പടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയാണ് ബാക്കി നടപടികളൊക്കെ ഉണ്ടാകുക. ഇന്ന് വൈകിട്ട് ആനകളുടെ ഫിറ്റ്നസ് കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷം നാളെ ഔദ്യോഗികമായി ഈ പൂരാഘോഷങ്ങളിലേക്ക് തൃശ്ശൂർ കടക്കും. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.